ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഷോപ്പിഫൈയിൽ ഒരു ഗിഫ്റ്റ് കാർഡ് എങ്ങനെ ഗിഫ്റ്റ് കാർഡ് പേജ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന്. അതായത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ കണ്ടല്ലോ, അതായത് നമുക്ക് ഒരു 500 രൂപ ഒരു ഗിഫ്റ്റ് കാർഡ് നമുക്ക് മേടിക്കാം. സോ ഇതുപോലെ ഒരു പേജ് നമ്മുടെ വെബ്സൈറ്റിലും എങ്ങനെ ആഡ് ചെയ്യാം. ഒരു വെബ്സൈറ്റിൽ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 500, 1000, 2500 അങ്ങനെ ഗിഫ്റ്റ് കാർഡ് ആഡ് ചെയ്യുന്ന നല്ലൊരു ഓപ്ഷനാണ്. അതായത് നമുക്ക് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കാം. സോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് കംപ്ലീറ്റ്ലി ഇമെയിൽ ആയിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കാൻ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഷോപ്പിഫൈയിൽ വന്നു. ഷോപ്പിഫൈയിലെ പ്രോഡക്റ്റ് എന്ന ടാബിൻ്റെ അകത്തായിട്ട് ഗിഫ്റ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗിഫ്റ്റ് കാർഡിൽ നമുക്ക് ക്രിയേറ്റ് ഗിഫ്റ്റ് കാർഡുമുണ്ട്, ആഡ് ഗിഫ്റ്റ് കാർഡ് പ്രോഡക്റ്റും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ഗിഫ്റ്റ് കാർഡ് പ്രോഡക്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു പ്രോഡക്റ്റ് പേജ് വന്നു. ഞാനിപ്പോൾ പ്രോഡക്റ്റ് പേജിന് ടൈറ്റിലായിട്ട് ഈ ഗിഫ്റ്റ് കാർഡ് എന്ന് കൊടുത്തു. ഞാനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുവാണ്. ഒരു ഗിഫ്റ്റ് കാർഡിനെ പറ്റിയ നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ഇതിന് ഞാൻ കൊടുത്തു. ഇപ്പോൾ നമുക്കൊരു പിക്ചർ വേണം. ഇപ്പം നമ്മൾ ഓരോരുത്തരും അവരുടെ വെബ്സൈറ്റ് ഏതാണോ അപ്പോൾ അതിന് ഒരു ഡിസൈനുള്ള ഒരു ഗിഫ്റ്റ് കാർഡിൻ്റെ അത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് ഒരു 500ൻ്റെ ഒരു ഗിഫ്റ്റ് കാർഡിൻ്റെ ഒരു പിക്ക് ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഇതിന് നമുക്ക് താഴെയായിട്ട് ഡിനോമിനേഷൻ വരുന്നുണ്ട്. നമുക്ക് എത്ര രൂപ വരെ വേണം. ഇപ്പോൾ നമ്മളിപ്പോൾ ആരും 10 രൂപ വരെ കൊടുക്കത്തില്ല. സോ ഞാൻ 500 കൊടുത്തു. 1000, 2500, 5000 അങ്ങനെ 4 ഓപ്ഷനാണ് ഞാനിപ്പോൾ ഇതിൽ ഗിഫ്റ്റ് കാർഡിലായിട്ട് കൊടുത്തത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗിഫ്റ്റ് കാർഡിൻ്റെ ഓപ്ഷൻ. സോ ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ സേവ് കൊടുത്തു. ഇതിപ്പോൾ എങ്ങനെ പ്രിവ്യൂ വരുന്നത് നോക്കാം. നമുക്ക് പ്രിവ്യൂ വരുമ്പോൾ ആ ഗിഫ്റ്റ് കാർഡിന് ആക്ച്വലി ഞാനിതിപ്പോൾ സ്ക്വയർ കറക്റ്റ് പിക്ക് അല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ നന്നായിട്ട് നല്ലൊരു പിക്ക് കറക്റ്റ് ആ ഒരു റേഷ്യോയിൽ ഇട്ടാൽ വ്യക്തമായിട്ട് നല്ലൊരു ഗിഫ്റ്റ് കാർഡിൻ്റെ ഓപ്ഷൻ കാണിക്കും. ഞാനിപ്പോൾ മറ്റൊരു ഓപ്ഷൻ ഇടാം. ഇപ്പോൾ ഇത് റിമൂവ് ആക്കിയിട്ട് ഞാൻ കുറച്ചും കൂടി ഒരു കോളത്തിന് കണക്കായി ഒരു പിക്ക് ഇടുവാണ്, ചെറുതൊരെണ്ണം. ഞാൻ സേവ് കൊടുത്തു. ഓക്കെ, ഈ ഒരു പേജിൽ വരുമ്പോൾ നമുക്ക് അറിയാം ആ ഒരു പിക്ക് വരുന്നുണ്ട്. നമുക്ക് ആ ഡിനോമിനേഷൻസ് ഇപ്പോൾ ഞാൻ 500 കൊടുത്തു, 1000, 2500, 5000. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്വന്തം മെയിലാണെങ്കിൽ നമുക്ക് നോർമലി ബൈ ചെയ്യും പോലെ ബൈ ചെയ്താൽ മതിയാവും. ഇപ്പോൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുടെ നെയിം, ഇമെയിൽ അഡ്രസ്സ്, പേര്, അതുപോലെ തന്നെ എന്താണ് മെസ്സേജ്, ആ മെസ്സേജ്, പിന്നെ നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ നമുക്കൊരു പർട്ടിക്കുലർ ഡേറ്റിലാണ് വേണ്ടതെങ്കിൽ ആ ഡേയും കൂടെ കൊടുത്ത് ബൈ നൗ കൊടുക്കുക. സോ നമ്മൾ നോർമലി പ്രോഡക്റ്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇതും ആഡ് ആകുന്നത്. ഒരു നോർമൽ പ്രോഡക്റ്റ് പേജ് തന്നെയാണ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്ന ഒരു ഓപ്ഷൻ ഇമെയിലും അല്ലെങ്കിൽ റെസിപ്പിൻ്റെ ഇമെയിൽസിൻ്റെ ഓപ്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഡിനോമിനേഷൻ ഒന്നിലധികം, ഇപ്പം നമ്മൾ പിക്ക് ഞാൻ ഒരെണ്ണേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്കൊരു 4 5 പിക്ക് ചെയ്ത്, അതായത് 500ന് ഒരു പർട്ടിക്കുലർ പിക്ചർ, അതുപോലെ 1000ന് ഒരു പിക്ചർ, അങ്ങനെ 5000ന് മറ്റൊരു പിക്ചർ, ഇങ്ങനെ 4 വ്യത്യസ്ത പിക്ചർ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ അട്രാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരും അതുപോലെ തന്നെ ഡിസൈനും അതുപോലെ നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ ഇച്ചിരി എസ്തെറ്റിക് ഒക്കെ വരുന്ന ഒരു ലുക്കുള്ള ഒരു ഗിഫ്റ്റ് കാർഡ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റ് ചെയ്യുന്നവർക്ക്, വാങ്ങുന്നവർക്ക് കുറച്ചുകൂടി അട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ ഗിഫ്റ്റ് കാർഡ്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ്, ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു, അപ്പോൾ നമുക്ക് ഇത് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇത് എങ്ങനെ അയച്ചു കൊടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വീണ്ടും ഗിഫ്റ്റ് കാർഡ് വന്നു. ക്രിയേറ്റ് ഗിഫ്റ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്തു. ഇവിടെ ഗിഫ്റ്റ് കാർഡിൻ്റെ ഒരു കോഡ് ഞാൻ കൊടുത്തു. സോ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പേരാണ് നവീൻ 10. ഗിഫ്റ്റ് കാർഡിന് വേണമെങ്കിൽ നമുക്കൊരു 500 കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു എക്സ്പയർ ഡേറ്റ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ വാങ്ങുന്ന ഡേ തൊട്ട് അല്ലെങ്കിൽ മറ്റൊരു ഇയർ വരെ എക്സ്പയർ ആവുന്നത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പയർ ഡേറ്റ് ഇല്ലാത്തൊരു ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ ക്രിയേറ്റ് എ കസ്റ്റമർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് സ്വന്തം ആളാണെങ്കിൽ, അതായത് നമ്മുടെ വെബ്സൈറ്റിലുള്ള പുള്ളിയാണെങ്കിൽ ആ പുള്ളിയുടെ മെയിൽ ഐ ഡി കൊടുക്കുക, ഇല്ല മറ്റൊരു ഇമെയിലാണ് നമ്മളെ കസ്റ്റമർ തന്നിട്ടുള്ളതെങ്കിൽ ആ മെയിൽ ഐ ഡി ഇതിൽ കൊടുക്കുക. സോ ഞാനിവിടെ 500 കൊടുത്തു. ഞാനിതിൽ പ്രിവ്യൂ മെയിൽ, ഈ മെയിൽ എങ്ങനെയായിരിക്കും എനിക്ക്
അപ്പോൾ കിട്ടുന്ന റിസീവർ എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നോക്കാം. സോ ഇങ്ങനെ ഒരു ലുക്കിലായിരിക്കും ഇമെയിൽ വരുന്നത്. സോ നമുക്ക് ഇതിൽ 2-3 ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ഇമെയിൽ എത്ര എക്സ്പയർഡ് ആവണം, ഗിഫ്റ്റ് കാർഡ് ഇപ്പോൾ സെൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും നോട്ട്സും കൂടി കൊടുക്കണം അതിൽ. അതായത് ആ ഒരു കണ്ടന്റിൽ ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നോ അപ്പോൾ ആനിവേഴ്സറി ഗിഫ്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതുകൂടി ഇതിൽ ആഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഞാനിത് ഡിസ്കാർഡ് ചെയ്യുവാണ്. ഇതിപ്പോൾ ഓൾറെഡി ആക്റ്റീവ് ആയ ഒരു ഇമെയിലാണ്. സോ ഞാനിതിപ്പോൾ സെൻഡ് ചെയ്തതിന് ശേഷം ഇതിലിങ്ങനെ അറിയാൻ കഴിയും. അതായത് നമ്മളൊരു ഗിഫ്റ്റ് കാർഡ് ഒരാൾക്ക് അയച്ചു കൊടുത്തു, അതിന് 10 രൂപ വാല്യൂ ഉണ്ട്. സോ ആർക്കാണ് അയച്ചത്, നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ നമുക്കത് അറിയാനായിട്ട് കഴിയും. അതായത് നമ്മൾ എത്ര ഗിഫ്റ്റ് കാർഡിൻ്റെ കൂപ്പൺ ഇതിൽ ആക്റ്റീവ് ആണെന്ന് ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഗിഫ്റ്റ് കാർഡിൻ്റെ പേജ് ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ എന്തെങ്കിലും ഇതിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുവാണെങ്കിൽ നമുക്കത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.